നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. താനൂർ ചീരാൻ കടപ്പുറത്ത് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. തൃപ്രങ്ങോട് നാലുശ്ശേരിയിലെ മധ്യവയസ്കൻ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് പിടിയിലായ അതിഥി തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് കൊടും ചൂട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിഷുദിനത്തെ വേറിട്ട രീതിയിൽ ആഘോഷിച്ച് തിരൂരിലെ സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കാര മ്യൂസിക് പെരുവഴിയമ്പലം. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ജി ശ്രീറാമിനെ തിരൂരിലെ സംഗീത കൂട്ടായ്മകൾ ചേർന്ന് ആദരിച്ചു. ചടങ്ങിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്ത ഗാനസന്ധ്യയും അരങ്ങേറി. വാർത്തകൾ വിശദമായി. താനൂർ ചീരാൻ കടപ്പുറത്ത് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ചീരാൻ കടപ്പുറം സ്വദേശി മൊയ്തീൻ ബാവയാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെ താനൂർ ചീരാൻ കടപ്പുറം LP സ്കൂളിന് സമീപം വെച്ചാണ് അപകടം നടന്നത്. ഉണ്ണിയാൽ ഭാഗത്തു നിന്നും താനൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിടിച്ചാണ് കാൽനടയാത്രക്കാരനായ ചീരാൻ കടപ്പുറം സ്വദേശി വടക്കകത്ത് മൊയ്തീൻ ബാവ മരണപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ മൊയ്തീൻ ബാവയെ നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ബൈക്ക് യാത്രികർക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 70 വയസ്സായിരുന്നു മൊയ്തീൻ ബാവയ്ക്ക്. ഷെരീഫയാണ് ഭാര്യ. ഇസ്ഹാഖ് മുനീർ, സദക്, മുബീന, ജംഷിറ എന്നിവരാണ് മക്കൾ. വെട്ടൻ ന്യൂസ്, താനൂർ. തൃപ്രങ്ങോട് നാളിശ്ശേരിയിലെ മധ്യവയസ്കൻ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് പിടിയിലായ അതിഥി തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് പിടിയിലായതോടെ ഇയാൾ പ്രകോപിതനാവുകയും സ്വയം പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രങ്ങോട് നാളിശ്ശേരിയിൽ വാടകമുറിയിൽ നാളിശ്ശേരി ആയിഷ വീട്ടിൽ മുഹമ്മദ് ഷാഫി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് പിടിയിലായ പശ്ചിമബംഗാൾ സ്വദേശി താരിഫുൽ ഹക്കിനെയാണ് പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്റ്റേഷനിലെത്തിയതോടെ ഇയാൾ പ്രകോപനം തുടരുകയും തല മതിലിലിടിച്ച് സ്വയം പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാൾ പോലീസ് നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ചികിത്സയ്ക്ക് ശേഷം ഇയാളെ ചോദ്യം ചെയ്താലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. വെട്ടൻ ന്യൂസ്, തിരൂർ. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. വയനാട്, ഇടുക്കി ജില്ലകളിലൊഴികെ മറ്റെല്ലായിടത്തും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 19-ാം തീയതി വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടായേക്കും. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലയിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. വിഷുദിനത്തെ വേറിട്ട രീതിയിൽ ആഘോഷിച്ച് തിരൂരിലെ സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കാര മ്യൂസിക് പെരുവഴിയമ്പലം. ചലച്ചിത്ര പിന്നണി ഗായകൻ ജി ശ്രീറാം, കാഞ്ചന ശ്രീറാം, ശ്രീനാഥ് തുടങ്ങിയ പ്രമുഖ ഗായകർ പരിപാടിയിൽ പങ്കെടുത്തു.
പരിപാടിയിലെത്തിയ അതിഥികളെ മുഹമ്മദ് അലി പത്തമ്പാട്, അമീർ കൊക്കോടി, ഷാഫി സബ്ക, അരുൺ ചമ്പ്ര, സമദ് എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ശാസ്ത്രീയ തബലാവാദനത്തിൽ അമൽ തൃക്കണ്ടിയൂർ കാഴ്ചവെച്ച പ്രകടനം പ്രത്യേക ശ്രദ്ധ നേടി. ഹാരിസ് ബായി കോഴിക്കോട്, അനന്തൻ മാസ്റ്റർ, പണ്ഡിറ്റ് വിവേക് ജോഷി എന്നിവരുടെ കീഴിൽ തബല അഭ്യസിക്കുന്ന അമലിന്റെ വാദ്യം പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായി. തുടർന്ന് ജി ശ്രീറാം, കാഞ്ചന ശ്രീറാം, ശ്രീനാഥ്, വേണുഗോപാൽ കൊൽക്കത്ത എന്നിവരോടൊപ്പം സംസ്കാരാംഗങ്ങളായ ബഷീർ അലി, നരൻ ചമ്പൈ, സക്കീർ, ഹസൻ, കിഷോർ പയ്യപ്പന്ത, നൌഷാദ് മൂപ്പൻ എന്നിവർ ഗാനാലാപനവും സംഗീതോപകരണ വാദനവും അവതരിപ്പിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ജി ശ്രീറാമിനെ തിരൂരിലെ സംഗീത കൂട്ടായ്മകൾ ചേർന്ന് ആദരിച്ചു. ചടങ്ങിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്ത ഗാനസന്ധ്യയും അരങ്ങേറി. തൃക്കണ്ടിയൂർ ലളിതകലാസമിതിയിൽ നടന്ന ചടങ്ങിൽ ജി ശ്രീറാമിനെ വിവിധ സാംസ്കാരിക സംഗീത സംഘടനകൾക്കു വേണ്ടി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗം അഡ്വക്കേറ്റ് എം വിക്രമകുമാർ, സേൽ ടി തിരൂർ, ചന്തു മാസ്റ്റർ, അരുൺ ചമ്പ്ര, സമദ്, സന്തോഷ് കല്ലേങ്ങൽ തുടങ്ങിയവർ ആദരിച്ചു. തുടർന്ന് ജി ശ്രീറാം, ഫിറോസ് ബാബു, ഷാഫി സബ്ക, ഷെബീർ തിരൂർ, ശ്രീനാഥ് നായർ, കാഞ്ചന ശ്രീറാം, അശ്വതി സഞ്ജു, പക്കമേളത്തിൽ വേണു കൊൽക്കത്ത, സുന്ദരൻ തിരൂർ, ബഷീർ, സലീം തിരൂർ, ഗോപകുമാർ തുടങ്ങിയവർ നയിച്ച ഗാനസന്ധ്യയും അരങ്ങേറി. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.